ശരിക്കും CPM മാറ്റത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതോ ഇപ്പോൾ രാധാകൃഷ്ണൻ ചെറുവല്ലി പറഞ്ഞതുപോലെ CPM-നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോയോ? നമ്മൾ ഇന്ന് ഈ വിഷയം തന്നെ ചർച്ചയ്ക്കെടുക്കാൻ കാരണം ഒരു പുതുമയുണ്ട്, കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ശരിക്കും അപ്പോൾ ഈ ആളുകൾ വെറുതെ ഇങ്ങനെ CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർക്കാണ് ഇങ്ങനെ ഈ CPM-നെ നന്നാക്കാൻ ഇത്ര ഒരു ശുഷ്കാന്തി? നോക്കൂ ജിമേഷേ, ഈ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എന്തിനാണ് അവർ പൊതുജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത്? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് കേരളത്തിലെ 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ EP ജയരാജൻ, PK ശ്രീമതി, അതുപോലെ KK ശൈലജ, ഇവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചില വിഷയങ്ങളിൽ പ്രകടിപ്പിച്ചത് നമ്മൾ ഓർക്കണം. അതായത് CPM-ലെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന പിണറായി പക്ഷക്കാർ എന്ന് വെച്ചാൽ ശ്രീ പിണറായി വിജയൻ, ശ്രീ MV ഗോവിന്ദൻ അടങ്ങുന്ന ഒരു വിഭാഗം പറയുന്ന കാര്യങ്ങളല്ല പാർട്ടിയുടെ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഒരു സൂചനയാണ് അവർ നൽകിയത്. അത് വിഴിഞ്ഞം പ്രശ്നത്തിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ വിഴിഞ്ഞം പോർട്ടിന്റെ അധികാരി സ്ഥാനത്ത് നിന്നും ദിവ്യ ഐസയ്യരെ മാറ്റിയതിനെ കുറിച്ചും പറഞ്ഞു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരിക്കലും ഒരു CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും കേൾക്കാൻ പറ്റാത്തതാണത്. വിഴിഞ്ഞത്ത് അഴിമതി ഉണ്ട് എന്ന് CPM-ലെ പിണറായി പക്ഷം എന്ന് വെച്ചാൽ പിണറായി വിജയന് MV ഗോവിന്ദന് പറഞ്ഞപ്പോൾ അഴിമതി ഉണ്ടെന്ന് പറയുന്നവർ അത് പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ പറയില്ലെന്ന് മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തിരുത്താനായിട്ട് ചിലർ മുന്നോട്ട് വന്നു എന്നൊരു സൂചന. ആ സമീപനം കണ്ടതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് അവരുടെ നിലപാടുകൾ ജനങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത്. അല്ലാണ്ട് അതിൽ വേറെ ഒരു പുതുമയും ഞാൻ കാണുന്നില്ല. ഇത് അഥവാ അവർ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ വന്നില്ല എങ്കിൽ നാളെ ഈ വിഷയത്തിൽ തന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയത്തിൽ തന്നെ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാകും. ആ നിലപാടുകൾ വരുമ്പോൾ പാർട്ടിയിൽ കൂടുതൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകും. കാരണം ഇങ്ങനെയുള്ള നേതാക്കൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. പാർട്ടി അന്നെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം മെയ് മാസത്തിൽ കഴിഞ്ഞാണ്, ജൂൺ ജൂലൈ 3 മാസമാകാറായി. ഇത്രയും ദിവസമായിട്ടും കൃത്യമായിട്ട് അവർക്കൊരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. അവരെ ഓരോ തവണയും അവർ ഓരോ കാര്യങ്ങൾ തള്ളിക്കളയായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നവർ ആദ്യമേ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നിട്ട് മെല്ലെ അവർ ഓരോന്ന് പറയുകയാണ്, അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ ചെയ്തത് ശരിയായിരുന്നില്ല, കുറച്ചുകൂടെ ഇത് പാലിക്കാമായിരുന്നു, പോലീസിന്റെ സംവിധാനം സൂക്ഷിക്കണമായിരുന്നു, അഹങ്കാരം, ധിക്കാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇതിന്റെ എല്ലാത്തിന്റെയും ആകെത്തുകയാണ് UDF-ഉം അതുപോലെ തന്നെ മറ്റുള്ള ജനാധിപത്യ വിശ്വാസികളും പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്. അല്ലാണ്ട് അതിലൊരു എക്സിക്യൂട്ടീവിന്റെ തീരുമാനങ്ങളല്ലല്ലോ. ഇപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ആ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഭരണ നിർവഹണ സമിതിയാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാണ്. പക്ഷെ അവർക്ക് രാഷ്ട്രീയമായ നേതൃത്വം കൊടുക്കുന്നതാണ് മുന്നണി. അപ്പൊ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നപ്പോൾ ആ മുന്നണിയുടെ നയങ്ങളല്ല പലപ്പോഴും നടപ്പാക്കിയത് എന്ന് പിന്നീട് വിമർശനം ഉണ്ടായി. ഇപ്പോൾ തന്നെ CPI-യുടെ പല നിലപാടുകളും നോക്കിക്കോളൂ. അതുപോലെ എന്തുകൊണ്ടാണ് 11 ഘടകകക്ഷികൾ ഉണ്ടായിരുന്ന LDF ഇപ്പോൾ 3-ലേക്ക് ചുരുങ്ങി എന്ന് വെച്ചാല് നിയമസഭയിലാണ് ഞാൻ പറയുന്നത്. സഭാതലത്തില് 2 കമ്മ്യൂണിസ്റ്റ് കക്ഷികളും കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച മറ്റേ RJD-യുടെ MLA മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 3 ഘടകകക്ഷികളിലേക്ക് സഭയിൽ ഒതുങ്ങിയത്. അവിടെ കണ്ട പിന്നെ പ്രശ്നം എന്താണ്? ഡെപ്യൂട്ടി ലീഡർ പദവിയെ കുറിച്ചുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്, പ്രതിപക്ഷ ഉപനേതാവ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു 3 കേന്ദ്ര കമ്മിറ്റി നേതാക്കള് പരസ്യമായി രംഗത്ത് വന്നത്. അതിനെ തുടർന്ന് പാർട്ടിയിലെ ഒരുപാട് വിഷയങ്ങളില് പാർട്ടി മൗനം പാലിച്ചു. ഒരുപാട് കാര്യങ്ങൾ പിന്നെ കാര്യമായ ഒരു പ്രതികരണമൊന്നും പാർട്ടിയിൽ കണ്ടില്ല. പിന്നീട് അവരുടെ തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ മാത്രം നിരീക്ഷിച്ചു പോകുന്ന ഒരു സമീപനം എടുത്തു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് അതിനെ വിമർശിക്കുക. അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്ന് മനസ്സിലായി. കാരണം ഏറ്റവും പുതിയ ഉദാഹരണം, അദ്ദേഹം തിരുവനന്തപുരത്ത് എവിടെയോ ഒരു പ്രസംഗം നടത്തി. അത് എനിക്കും ശ്രീ ജേക്കബ് ജോർജിനൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു പ്രസംഗം നമ്മളെ അതിലത്തെ എത്രയോ കാര്യങ്ങൾ മാറ്റിവെക്കുക, എത്ര കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു പ്രസംഗം നടത്തി. അതില്
പരമ്പരാഗതമായി ചില വീട്ടിലെ അമ്മമാർ അവർക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന കറികളുടെ സ്വാദ് അവരെ മക്കളിലേക്കും മരുമകളിലേക്കും പകരണം എന്ന് പറഞ്ഞു. അത് സ്ത്രീ വിരുദ്ധമാക്കി മാറ്റി. എത്ര ആലോചിച്ചിട്ടും നമുക്ക് ആർക്കും പിടുത്തം കിട്ടില്ല എന്തായാലും സ്ത്രീ വിരുദ്ധത എന്നത്. ഒരു കറി ഉണ്ടാക്കുന്ന കാര്യം അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ സ്ത്രീ വിരുദ്ധതയാണോ? അപ്പൊ അത് അങ്ങനെയൊക്കെ വരുമ്പോഴേ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. അങ്ങനെയുള്ള ചില വാഴ്ത്തുപാട്ടുകാരാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്നത് എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പ്രതിഫലനം കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകർ ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി എന്ത് ചർച്ച ചെയ്തു എന്ന് പുറത്തേക്ക് അറിയണം. അപ്പൊ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത കാര്യം ഈ 3 നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞതോടെ അവർ കേന്ദ്ര കമ്മിറ്റിയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കാണുമല്ലോ. ഉദാഹരണത്തിൽ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കെ ശൈലജയെ മട്ടന്നൂരിൽ നിന്നും അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മത്സരിപ്പിച്ചു. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു ടീച്ചറെ തോൽപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി ഈ ടീച്ചർ തോറ്റു. പക്ഷെ പാർട്ടി പറഞ്ഞ എന്താ? ആ മണ്ഡലം പിടിച്ചെടുക്കാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ നമ്മളെന്ന് വെച്ചാല് ഈ രാഷ്ട്രീയ കക്ഷി പ്രവർത്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആ മണ്ഡലത്തിൽ പോരാടാൻ പറ്റാവുന്ന യുവ നേതാക്കളെയാണ് പറഞ്ഞയക്കുക. ഇവിടെ യുവ നേതാവിനെ ഉറപ്പായ സീറ്റെന്ന് CPM പറയുന്ന മട്ടന്നൂരിൽ മത്സരിപ്പിച്ചു, DYFI നേതാവിനെ. എന്നിട്ട് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചർ എന്ന മുതിർന്ന നേതാവിനെ മണ്ഡലം പിടിച്ചെടുക്കാൻ വിട്ടു. അപ്പൊ തോറ്റുപോയി. അപ്പൊ ഈ ന്യായീകരണം ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും മനസ്സിലായില്ല. അങ്ങനെ അത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് പാർട്ടി ചില കാലത്ത് എടുക്കുന്ന നിലപാടുകളെ ചില നേതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ നേതാക്കൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഘട്ടത്തില് പാർട്ടിയിലെ പ്രവർത്തകർ സംശയാലുക്കളാവും. അത് മാത്രവുമല്ല, കേരളത്തിലെ വോട്ടർമാര് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഏത് പാർട്ടിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാരണം എന്താണ്? ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അവരുടെ നോട്ടം മുഴുവൻ ആ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ ചെലുത്തുമ്പോൾ പാർട്ടികളിലെ അന്തഛിദ്രങ്ങളിലേക്ക് അവർ കടക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു 1, 2, 3 വർഷം കഴിയണം. അപ്പൊ ഏറ്റവും നല്ല അവസരം ഇതാണെന്ന് CPM മനസ്സിലാക്കി. ഈ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരളീയനായ ബേബി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ കേരളത്തിൽ നിന്നും 3, 4 പേരുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അപ്പൊ കേന്ദ്ര കമ്മിറ്റി തീരുമാനം എന്ന് പറയണമെങ്കിൽ കേരളത്തിൽ വേണമെങ്കിൽ ആ തീരുമാനം വളച്ചൊടിച്ച് മാറ്റിയെടുക്കാമല്ലോ. കാരണം പല കാര്യങ്ങളും അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അധികാരമുള്ള പാർട്ടിയല്ല കേരളത്തിൽ CPM. അതുകൊണ്ട് അധികാരമുള്ള കാലത്ത് ഇപ്പൊ PMC പദ്ധതി കേന്ദ്ര കമ്മിറ്റി അന്ന് എതിരായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. അന്ന് ഭരണം ഉണ്ടായിരുന്നു. അപ്പൊ ഭരണത്തിന്റെ അച്ചടക്കത്തിൽ ഒരു പാർട്ടിയെ CPM 10 വർഷമായിട്ട് നിയന്ത്രിച്ചു എന്നുള്ളതാണ് ഒരു പച്ച മലയാളം. എന്ന് വെച്ചാൽ അച്ചടക്കം എന്ന് വെച്ചാൽ പാർട്ടിയുടെ ഒരു അച്ചടക്കത്തെക്കാൾ ഉപരി ഭരണമുണ്ട്. ആ ഭരണത്തിന്റെ മുമ്പിൽ പാർട്ടി നേതാക്കളെ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതിപ്പോ ഇല്ലാതായി. അതിന്റെ പ്രതിഫലനമാണ് കാണുന്നത്.